നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ? ആ വീഡിയോയിലുള്ളത് പുട്ടിൻ്റെ ഫോട്ടോ ആണ്. നമ്മുടെ വ്ളാഡിമിർ പുട്ടിൻ്റെ ഫോട്ടോ ആണ്. പുട്ടിൻ ഇന്ത്യയിലോട്ട് വരുമ്പം വാരാണസിയിലെ നമ്മുടെ കുറച്ച് അന്ധഭക്തർ പുട്ടിന് വേണ്ടിയിട്ട് ദീപാർച്ചന ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ കാണും. എന്നിട്ട് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ തൂങ്ങി ചത്തേക്കാൻ തോന്നും. ഈ ഇന്ത്യയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നതെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും. അതിനും കാണും. എന്റെ തമ്പുരാനെ പച്ചക്ക് തീട്ടം വലിച്ചെറിയാൻ തോന്നിപ്പോ. ഇമാതിരി ഒരു സാധനങ്ങളും ഇമാതിരി പിറപ്പുകളും കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ അകത്തുള്ള അവസ്ഥയാണ്. മോദിക്ക് അല്ലെങ്കിൽ എന്താ പറയുക, മോദിൻ്റെയും പുട്ടിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മോഡി പുട്ടിൻ ഫ്രണ്ട്ഷിപ്പ് നീനാൾ വാഴട്ടെ എന്ന് പോയി ചത്തുകൂടട തീട്ടങ്ങളെന്ന് തോന്നിപ്പോയി ഇമാതിരി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. പണ്ട് ട്രംപിന്റെ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ മറ്റേ ഈ പ്രതിമ ഉണ്ടാക്കി വെച്ച് പൂജിച്ചവന്മാർ മൂഞ്ചിത്തെറ്റിയിരിക്കുന്ന അവസ്ഥ കണ്ടോ നിങ്ങൾ? पूरी दुनिया इस्लामिक आतंकवाद से चिल्ला रही है और उससे भारत भी अछूता नहीं है. तो അന്ന് മേരാ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് മോദിജി കണ്ട സകലമാന സ്റ്റേഡിയങ്ങളിലും കയറിയിട്ട് നാറിയ രീതിയിൽ ഈ ട്രംപിന് വേണ്ടിയിട്ട് പൂജ വിളിച്ച ആളാ. അല്ലെങ്കിൽ ട്രംപിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് മേരാ ഫ്രണ്ട് തേങ്ങ മാങ്ങ ചക്കച്ചൊള എന്നും പറഞ്ഞ് നടന്ന ഒരാളാ. എന്നിട്ട് ഇപ്പൊ എന്തായി? भारत माता की, भारत माता की, भारत माता की. नमस्ते ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प. മൂഞ്ചി തെറ്റി കിട്ടിയില്ല. അവസാനം സത്യം മൂട്ടിലടിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ആ അവസ്ഥയിൽ നടന്നിട്ട് ഇപ്പം അടുത്തത് പുട്ടിൻ നിന്ന് വന്നപ്പം പുട്ടിന് അതും മോദിയുടെ വാരാണസി നട്ട. നിങ്ങൾ ചിന്തിക്കണം, മോദിയുടെ വാരാണസി എന്ന് അല്ലാണ്ട് വേറെ എവിടുന്നുമല്ല, മോദിയുടെ മണ്ഡലത്തിൽ നിന്നും വാരാണസിന്ന് മോദിയുടെയും ഈ പറഞ്ഞ പുട്ടിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഇമാതിരി പൂച്ച നടത്തിയിട്ട് പൂച്ചകളായിട്ട് നടക്കുന്നില്ല. പോയി ചത്തൂടണ നാറികളെ എന്നാണ് ഈ വൃത്തികെട്ട ചങ്കി കൂട്ടങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത്രക്ക് വിവരവും ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ സാധനങ്ങളാണ് ഈ പറഞ്ഞ മോദിനൊക്കെ വോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മോദിനെ വിജയിപ്പിച്ച് അവിടെ എത്തിയത്. പക്ഷെ കുറേ പേർക്ക് വിവരം വെച്ചിട്ടുണ്ട്. കാരണം 5 ലക്ഷം 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മോദിജി ലാസ്റ്റ് ആയിട്ട് മൂഞ്ചിത്തെറ്റി അവസാനം 1.5 ലക്ഷത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ 1.5 ലക്ഷത്തിന് എത്ര വോട്ട് കെട്ടതാന്നുള്ളതിന്റെ കണക്കറിയില്ല, പുറത്ത് വരുമായിരിക്കും. അപ്പം ആൾക്കാർക്ക് കുറേയൊക്കെ ബോധം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും അവിടെ ബോധം വെക്കാത്ത അന്ധഭക്തരുടെ അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇവന്മാരെ കാല് കുത്തിക്കാത്തെങ്കിൽ മനസ്സിലായില്ലേ? ഒരേ ഒരു സ്ഥലത്ത് കാല് കുത്തി. എന്താ, നമ്മുടെ ഗോപിയണ്ണൻ അന്ന് പറഞ്ഞൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഗോപിയണ്ണൻ പറഞ്ഞതിൻ്റെ സകല സാധനങ്ങളും ഗോപിയണ്ണൻ എന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ കണ്ട സ്വപ്നങ്ങൾ മാത്രമായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 4 ഏത് സ്ഥലങ്ങൾ, തൃശ്ശൂർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, തൃശ്ശൂർ പഞ്ചായത്തുകളും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശക്തൻ സ്റ്റാൻഡിലും തൃശ്ശൂർ മാർക്കറ്റിലും മോദിജി നേരിട്ട് വന്ന് പദ്ധതികൾ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുന്ന പറഞ്ഞത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നത്? ഇതായിരുന്നു ആ വീഡിയോ. തൃശ്ശൂരിൽ ജയം പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത ദിവസം ശ്രീ നരേന്ദ്രമോദി സംവിധാനം ചെയ്യുന്ന വികസനത്തിന്റെ സ്വരൂപം തൃശ്ശൂരിൽ പതിവ് ചെയ്യാൻ തുടക്കം കുറിക്കപ്പെടും. നേരിട്ടായിരിക്കും അദ്ദേഹം ശക്തൻ മാർക്കറ്റിനെ സംബന്ധിച്ചായാലും, സ്വരാജ് റൗണ്ടിനെ സംബന്ധിച്ചായാലും, ശക്തൻ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചായാലും, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ആരും മറക്കണ്ട. എയർപോർട്ടിന് സമാനമായ ഒരു ഇന്ന് ഇയാൾ ഇതൊക്കെ പറയും. നാളെ ഈ പറഞ്ഞ പാവപ്പെട്ട കുറെ സംഘികൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത്, കുറച്ച് നല്ല ആൾക്കാരും കൂടെ വോട്ട് ചെയ്ത് ഇവന്മാരവിടെ കണ്ട് കൊട്ടിയിരുത്തും. അവസാനം അല്ല, നമ്മൾ അന്ന് പറഞ്ഞ മെട്രോ എന്തായി, തൃശ്ശൂർ വരെ മെട്രോ വരുമെന്ന് പറഞ്ഞാൽ, അയ്യോ അത് ഞാൻ സ്വപ്നം കണ്ടതല്ലേ, അത് നിങ്ങൾ കാര്യമായിട്ട് എടുത്തോ. നിങ്ങളെന്താ, ഞാൻ തമാശക്ക് ഓരോ കാര്യം പറയും, നിങ്ങളൊക്കെ കാര്യമാക്കി എടുക്കും. ഞാൻ സ്വപ്നം കണ്ടതാ, പ്ലാനൊന്നും ഇവിടെ വരാൻ പോണതില്ല. ഇതേപോലെ തന്നെ ഈ കാര്യങ്ങളും വരും.
നിങ്ങളെങ്ങാനും ജയിപ്പിച്ച് അല്ല സുരേഷ് ഏട്ടാ എന്നാണ് മോദിജി വരുന്നത്, നമുക്ക് എന്നാണ് നമ്മുടെ ശക്തൻ സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടും കൂടെ എല്ലാം കൂടെ എന്താ നമുക്ക് എന്തോ സംഭവമാക്കി തരുന്ന, അതെൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറയും. അതെ, അതെൻ്റെ സ്വപ്നമായിരുന്നു. പ്രജകളായിട്ടുള്ള നിങ്ങൾ കുറച്ചും കൂടെ എൻ്റെ കാല് നക്കി തിന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വട്ടം നിങ്ങളൊരു 4 സീറ്റും കൂടെ തരണം, അന്ന് നമ്മൾ സ്വപ്നം മാറ്റി യാഥാർത്ഥ്യമാക്കും എന്ന് ഇയാൾ പറയും. ഒരു ഉളുപ്പില്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയും. അപ്പം നമ്മൾ വിഷയത്തിൽ തന്നെ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു പോവാം. അപ്പം ഈ പുടിൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വാരണാസിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ മുമ്പ് ട്രംപിൻ്റെ നിങ്ങൾ കണ്ടിരുന്നോ? ട്രംപിന് മോദിജി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതല്ലാണ്ട് ട്രംപിന് വേണ്ടിയിട്ട് പൂജ നടത്തിയ ക്ഷേത്രങ്ങൾ വരെ ഉണ്ട്, പൊളിച്ചു കളഞ്ഞു. മോദിജി അന്ന് ട്രംപിന് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിച്ച് മേരാ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഫ്രണ്ട് എന്നല്ല, ഫ്രണ്ട് ബാക്ക് നിന്നിട്ടൊരു കുത്തു കൊടുത്തതോടുകൂടി അന്തം വിട്ട് കുന്തം പോയിരിക്കുന്നുണ്ട്. ഫ്രണ്ടിന്റെ മുമ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പം ഫ്രണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കൂല, ഫ്രണ്ടിനെതിരെ ഒന്നും മിണ്ടാൻ സമ്മതിക്കുന്നില്ല. ഈ ഫ്രണ്ടിനെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ വേറെ വല്ല പണിയും കിട്ടുമോ എന്നുള്ളത് അറിയില്ല. സുബ്രഹ്മണ്യ സ്വാമി അതിനുള്ളൊരു പോസ്റ്റ് അതിനുള്ളൊരു പടക്കത്തിൽ തിരി അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ നമ്മുടെ മോദിജി മിണ്ടാണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. അത് സത്യാവസ്ഥ ഒക്കെ പുറത്ത് വരുമായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ നിഗമനത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ പണി നമുക്ക് മൊത്തത്തിൽ കിട്ടിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. താരിഫ് കൂട്ടി കിട്ടി. താരിഫ് കുറയ്ക്കാൻ നമ്മുടെ മോദിജി അങ്ങ് ജപ്പാനിലോട്ടും അങ്ങ് ചൈനയിലോട്ടും റഷ്യയിലോട്ടും അങ്ങോട്ട് വിളിക്കാത്തോടത്തൊക്കെ പോയിട്ട് പോന്നിട്ടുണ്ട്. അവസാനം ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ താരിഫിന് പേടിച്ചിട്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ US അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റും തന്നെ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. നമ്മളത് സ്റ്റാർട്ട് ചെയ്തു, എണ്ണ വാങ്ങി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം ട്രംപ് ഇതുവരെ എന്താ പറയുക, പറഞ്ഞ ഒരു താരിഫ് ഒന്നും പിൻവലിച്ചിട്ടില്ല. ഇത് പിൻവലിക്കണമെന്ന് അറിയില്ല. ഏതായാലും കുനിഞ്ഞ് ഇങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മുടെ മോദിജി ട്രംപിന്റെ കാലുമേൽ. ഞാൻ ഷൂവും കൂടെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിൻവലിക്കുമായിരിക്കും. നമ്മൾ കണ്ടറിയാം, നോക്കി നിൽക്കുക. കാരണം എവിടെ ട്രംപ് വിളിച്ചു കൊടുത്തോ, ട്രംപ് പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ ട്രംപ് വരുന്ന ഒരു സ്ഥലത്ത് മോദി പോയിട്ടില്ല. ട്രംപ് വരാത്ത G20 നമ്മളെ മോദി കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടെ പോയിട്ട് കുറെ ഫോട്ടോഷൂട്ട് അതായത് വിരലിന്റെ ആക്ഷൻ കാണിച്ച് കുറെ, ഞാൻ പറയുന്നില്ല, ഓക്കെ, കുറെ ഫോട്ടോഷൂട്ടും ഇതും കൂടി തിരിച്ചു പോന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും നടന്നിട്ടുമില്ല. പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനങ്ങളും ഈ പറഞ്ഞ സ്ഥലത്തില്ല. കാരണം അവിടെ ബേസ് ആയിട്ടുള്ള US പോലത്തെ വലിയ രാജ്യങ്ങൾ പോലും ചെല്ലാത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനങ്ങളും, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരാത്ത സ്ഥലത്ത് ഒരു പ്രഖ്യാപനങ്ങളും അവിടെ നടന്നിട്ടില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ പോളിസി, നമ്മുടെ നയതന്ത്ര ബന്ധം അങ്ങ് മുഞ്ചിത്തെറ്റി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പം നമ്മൾ അടുത്തത് ഈ പറഞ്ഞ പുടിൻ്റെ കാര്യം. പുടിൻ പണ്ട് മുതൽ, അല്ലെങ്കിൽ റഷ്യ പണ്ട് മുതലേ ഇന്ത്യയുടെ സഹോദര രാജ്യം പോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എങ്കിലും നമ്മളെ US നമ്മളെ വെറുപ്പിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ US നമ്മളെ പേടിപ്പിച്ചതുകൊണ്ട് നമ്മൾ ഇച്ചിച്ചി മുള്ളി അവസാനം ഈ പറഞ്ഞ റഷ്യയുടെ കയ്യിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിങ്ങളൊരു വെൽക്കം പോസ്റ്റ് ഇട്ട് ഒരു കുഴപ്പമില്ല, എന്ത് കുഴപ്പമില്ല. നിങ്ങൾ ഇമ്മാതിരി ജാതിയും വിളിച്ചിട്ട് മോദിൻ്റെയും ഇതിനും കൂടെ ഫോട്ടോ വെച്ച് ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട മണ്ടന്മാരാരാണോ തമ്പുരാനെ പറ്റിക്കുന്നത്? ഏത് മലവാണ BJP നേതാക്കന്മാരൊക്കെ ഇവന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു എളുപ്പമില്ലാത്ത ഈ പൊട്ടക്കൻ്റെ തവളകൾ വന്നിട്ട് നമ്മുടെയൊക്കെ വീഡിയോൻ്റെ താഴത്ത് വന്ന് കമൻ്റ് ഇടുന്നത് കാണുമ്പോൾ പൊട്ടിച്ചിരിയാ വരുന്നത്. പട്ടിണി പാവങ്ങളായിരിക്കും, എല്ലും തോലുകളായിരിക്കും. എങ്കിലും മോദിജിനോടുള്ള അന്ധഭക്തി മൂത്തിട്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞാലെങ്കിലും വിവരം വെക്കുമോ? ചത്തേണ്ടി വിവരം വെച്ചിട്ട് കാര്യമില്ലല്ലേ. ഞാൻ എന്ത് പൊട്ടണ, ഞാനെന്തിനാ പറഞ്ഞിട്ട് ഇവർ കാര്യമില്ല. എന്താ അവരുടെ വളർന്നു വരുന്ന തലമുറകൾ ഇവന്മാർ അന്ധഭക്തരാക്കിക്കൊണ്ടേയിരിക്കും. ഈ ചെറിയ പ്രായത്തിൽ ഈ ഭക്തി ഉള്ളിൽ കയറ്റി ഈ പാവങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടായിരിക്കും ജീവിച്ച് മരിക്കുന്നത്. ഈ സകല സംഖ്യകളുടെ കാര്യം അത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ജൈവിളികളും ഈ പറഞ്ഞ പുട്ടിന് സ്തുതി പാടുന്നൊക്കെ നമ്മൾ കണ്ടത്. എന്നാണാവോ ഇനി സംഖ്യയ്ക്ക് വിവരം വെക്കുക? എന്തെങ്കിലുമൊക്കെ സംഖ്യയ്ക്ക് വിവരം വെക്കുകയാണെങ്കിൽ സത്യം അന്ന് ഞാൻ പടക്കം പൊട്ടി ഞാൻ ആഘോഷിക്കും. സംഖ്യയ്ക്ക് വിവരം വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ഒരു വലിയ നമ്മൾ കുറേ സെലിബ്രേഷൻസ് ഉണ്ട്. അതിലൊന്ന് സംഖ്യ വിവരം വെച്ച് ചിന്തിച്ച് തുടങ്ങിയതാണ്. അതൊരു സെലിബ്രേഷൻ ഡേ ആക്കി നമ്മൾ മാറ്റണം എന്നാണ് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരോട് പറയാനുള്ളത്.